ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ അസാധാരണ അംഗവൈകല്യത്തോടെ ജനിച്ച കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായി. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് കുട്ടി. അടുത്ത മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇന്ന് ബേബിയോസ് ഉർമി എന്ന കുട്ടി 2 മാസമുള്ള കുട്ടി ഇന്ന് ഏകദേശം 9:30 കഴിഞ്ഞ ശേഷം നമ്മുടെ കുട്ടിയിൽ വരികയും കുട്ടി വന്നപ്പോൾ കുട്ടി വളരെയധികം ഒരു സീരിയസ് സിറ്റുവേഷനിലാണ് എത്തിയത്. ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടും ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറഞ്ഞ രീതിയിൽ കാണുകയും ഉടനെ തന്നെ നമ്മൾ ഐസിയുവിൽ മാറ്റുകയും ശരീരത്തിലൊരു അണുബാധയുടെ എല്ലാ ലക്ഷണങ്ങളും കണ്ടതനുസരിച്ച് അതിനുള്ള വിദഗ്ധ ചികിത്സ തുടങ്ങുകയും കുട്ടിക്ക് ശ്വാസം മുട്ടലുള്ളതിനാൽ ഉടനെ തന്നെ പേഷ്യൻ്റ് വെന്റിലേറ്ററാക്കുകയും ചെയ്തിരിക്കുന്നു. ബാക്കി തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പരിശോധനകളും എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിശോധന റിസൾട്ട് അനുസരിച്ച് കൂടുതൽ ചികിത്സകളെ പറ്റി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബോർഡ് മീറ്റിംഗ് കൂടി തീരുമാനിക്കും. അപ്പോൾ ഇപ്പോൾ കുട്ടി രോഗാവസ്ഥ ഒരു സീരിയസ് സ്റ്റേജിൽ വെന്റിലേറ്ററിലാണ് കുട്ടി ഇപ്പോൾ. ശരണ്യ സ്നേഹത്തിനുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മഞ്ജുഷ, കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെയോടെയാണ് ആദിഷിന്റെയും സുറുമിയുടെയും കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ നമ്മൾ കണ്ടത് പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ ജോസിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത് അടുത്ത 72 മണിക്കൂർ കുട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ശ്വാസകോശത്തിലടക്കം കുട്ടിക്ക് അണുബാധയുണ്ട്. കാരണം കുഞ്ഞിന് മലർന്നു കിടന്നാൽ ശ്വസിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വായിലൂടെ നൽകാനോ ഒന്നും കഴിയില്ല. ട്യൂബ് മുഖാന്തരമാണ് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലതവണ ഇവർ കുട്ടിയുമായി 2 മാസത്തിനുള്ളിൽ എത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കുട്ടിയുടെ ശ്വാസകോശത്തിൽ അണുബാധയുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ആന്തരിക അവയവങ്ങളിൽ അണുബാധ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഒരു ബ്രീഫിംഗ് നടത്തിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരം ലഭ്യമാകുമെന്ന് തന്നെ കരുതാം. നിലവിൽ കുട്ടിയുടെ സാഹചര്യം 72 മണിക്കൂർ നിർണായകമാണ് എന്നുള്ളതാണ് ഡോക്ടർ ജോസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മഞ്ജുഷ്. ശരി, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്.